നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇപ്പോൾ ജൂലൈ മാസത്തെ 1600 രൂപയാണ് വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നു. സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നു. സാധാരണക്കാർക്ക് മുമ്പുണ്ടായിരുന്ന കുടിശ്ശിക നൽകണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 2 ഗഡുക്കൾ 3200 രൂപയാണ് വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം, പെൻഷൻ, സാമ്പത്തിക ചിലവുകൾ എന്നിവയെ തുക ഉറപ്പാക്കാനായി വീണ്ടും കടമെടുക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. ഈ മാസം 31,000 കോടി രൂപയാണ് കടമെടുത്തത്. സർക്കാരിന് 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും 30,000 കോടി രൂപ എടുക്കാനാണ് ഒരുങ്ങുന്നത്. കടപ്പത്രങ്ങൾ ഇറക്കി നിന്ന് എടുക്കുന്നതാണ്. നടപ്പ് വർഷം 2024-25 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കേരളത്തിന് 21,000 കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 6-ന് 30,000 കോടി രൂപ എടുക്കുന്നതോടെ നടപ്പ് വർഷം 20,000 കോടി രൂപയ്ക്കും ജൂലൈ 31,000 കോടി രൂപ എടുത്തു കഴിഞ്ഞു. ബാക്കി ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൽ നിന്ന് വൻ വെല്ലുവിളികളാണ്. സാധാരണ ഓണക്കാലത്ത് മുൻപ് ശമ്പളം, ആനുകൂല്യം ഇവർക്കെല്ലാം ശരാശരി 16,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചിലവാക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഓണത്തോടനുബന്ധിച്ച് 19,000 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി സർക്കാർ ഇതിന് കടമെടുക്കുന്നതാണ്. കൂടുതൽ പെൻഷൻ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.